Hello guys, welcome back to shini'skitchen. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു അടിപൊളി ചെമ്മീൻ ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി 1/2 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പെപ്പർ പൗഡർ ആണ്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. അപ്പം നമ്മൾ ചെമ്മീന് പാത്രമുള്ള ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ മാഗ്നേഷനായിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചെമ്മീനിലേക്ക് മസാലസൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നത്. അപ്പം നമ്മൾ മാഗ്നേഷനായിട്ടൊന്ന് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട, കാരണം ചെമ്മീനിൽ നിന്ന് തന്നെ വെള്ളം വരും. അതുകൊണ്ട് നമ്മൾ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക്. പിന്നെ ഇത് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ചെമ്മീൻ റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ അധികം ഇത് വേവിക്കേണ്ട. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുടംപുളിയാണ്. 1 കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കാനായിട്ടൊന്ന് വെക്കുക. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു മസാല എല്ലാം നമ്മുടെ കൊഞ്ചിലേക്ക് ഒന്ന് പിടിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് വേകാനായിട്ട് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഊറ്റി. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഓയിൽ ഊറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 3 സവോള സ്ലൈസ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചെറിയുള്ളി നിങ്ങൾ ചേർക്കുന്നെങ്കിൽ ഈ ചെമ്മീൻ ഫ്രൈക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. നിങ്ങൾ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയുള്ളി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചേർക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി ഫ്ലെക്സ് ആണ്. ചില്ലി ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വത്തൽമുളക് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിയാണ്. ഞാൻ ചില്ലി ഫ്ലെക്സ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടീസ്പൂൺ ആണ് ചില്ലി ഫ്ലെക്സ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇനിയിപ്പോൾ നമ്മുടെ സവോളയ്ക്ക് വേണ്ട ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ചെമ്മീൻ്റെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്കിട്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാൻ പോവാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നിങ്ങൾ മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്കൊന്ന് എണ്ണയൊക്കെ ഊറ്റി കൊടുത്തിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഉണ്ടല്ലോ ഇതേപോലെ നിങ്ങൾ മൊരിച്ചെടുക്കുക. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ മൊരിക്കുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ആണെങ്കിൽ ഇത് ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഞാൻ ഫ്യൂച്ചറിൽ വിടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.